2018 VXI വാഗണർ ഫുൾ ലോണിൽ നിങ്ങൾക്ക് കിട്ടും. ഫുൾ ലോൺ കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം ട്രാക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കിട്ടൂല. സിവിൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല, ഒരു ലോണും കിട്ടൂല. ഫുൾ ലോണുമായിട്ട് ഒരു ലോണും കിട്ടൂല സിവിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതാണ് പ്രശ്നം. അപ്പോൾ അത്യാവശ്യം ട്രാക്ക് കറക്റ്റ് പോയ ഒരാളാണെങ്കിൽ ഫുൾ ലോണിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഗണർ. ഇപ്പോൾ നമ്മൾ രണ്ട് അമേരിക്കക്കാരെയാണ് കണ്ട്. അതെ, ഇതിപ്പോൾ ജർമ്മനാണ്. ജർമ്മൻകാരെ കണ്ടു അല്ലേ? ഓക്കെ. 2016 മോഡലാണ് വണ്ടി വരുന്നത്. അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? മൈലേജ് ഒരു 20 റേഞ്ചൊക്കെ സുഖമായിട്ട് കിട്ടും. സുഖമായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതേപോലെ ടൈറ്റാനിയം പ്ലസ് തന്നെയാണ്. 6 എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിരത്തിയ സ്റ്റോക്കിൽ നമ്മൾ ആദ്യം കണ്ണോടിക്കുന്ന ഒരു ഐറ്റാണിത്. സ്വിഫ്റ്റാണ്, KL 65 രജിസ്ട്രേഷൻ. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്, പക്ഷേ എന്താ പറയുക, ഒരു ബ്ലാക്ക് എഡിഷൻ വണ്ടി അമ്മാരി ലുക്കിൽ നിൽക്കുകയാണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? സീറ്റ ഫുൾ ഓപ്ഷൻ്റെ തൊട്ടതായ സീറ്റാ. ആകെ വ്യത്യാസം വരെ എനിക്ക് തോന്നുന്നു പ്രൊജക്ട് ഹെഡ്ലൈറ്റിൽ ഒരു കുറവ് പറ്റൂല്ലേ? എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റ്? ഒരു ക്ലെയിമും ഇല്ല, പക്കാ നീറ്റ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ചെയ്തതാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മേനാകാസിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഷോബിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷോബിൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ വരുന്നത് അല്ലേ? സ്വാഗതം. ഓക്കെ. അപ്പോൾ മേനാകാസിൽ ഇന്നത്തെ നമ്മൾ കാണിക്കാൻ പോകുന്ന സ്റ്റോക്കിനെ പറ്റി എന്താ പറയുക ഷോബിനെ? ഇന്ന് നമ്മൾ ഒരു 10 ലക്ഷം രൂപയുടെ ജോഡയ്ക്കുള്ള സാധാരണക്കാർക്ക് പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾസ്, കുറച്ച് വെഹിക്കിൾസ്, ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവലും ഉണ്ട്. എല്ലാ ബ്രാൻഡും ഉണ്ടോ അതിൽ? എല്ലാ ബ്രാൻഡും. ഓക്കെ, മൾട്ടി ബ്രാൻഡ്സ് ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഷോറൂം ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ വെസ്റ്റിൽ, കണ്ണൂർ റോഡ് വെസ്റ്റിൽ അത്താണിക്കലാണ് വരുന്നത്. പാസ്പോർട്ട് ഓഫീസ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പായി അത്താണിക്കൽ. അതായത് കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് പോകുമ്പോൾ പാസ്പോർട്ട് ഓഫീസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ്. ഹൈവേ സൈഡിൽ തന്നെയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്ന വാഹനങ്ങൾക്ക് വാറണ്ടി ഒക്കെ ഇല്ലേ? നമുക്ക് വാറണ്ടി ചെയ്യാൻ പറ്റും. വാറണ്ടി ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. ഓക്കെ, എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർസ്, ലൈക്ക്, കമൻറ്റ് ഒന്നും വിട്ടുപോകരുത്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? നമ്മുടെ ആദ്യ വാഹനം ഒരു ഫോർഡ് ഫ്രീ സ്റ്റൈലാണ്. KL 63 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. എങ്ങനെയാണ് ഷോബിന് ഇതിൻ്റെ കാര്യങ്ങൾ? നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു വാഹനമാണ് ഫ്രീ സ്റ്റൈൽ. ആഴ്ചക്ക് ഒരു വണ്ടി വീതം പോകുന്ന വണ്ടിയാണ്. ഓക്കെ. ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരാഴ്ച നിൽക്കുള്ളൂ. ആ വണ്ടി പെട്ടെന്ന് പോകുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ. ഇത് 2020 മോഡൽ വണ്ടി. 20 മോഡൽ ടൈറ്റാനിയം പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡിൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു 56,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വാഹനം. 56,000 2020 പെട്രോൾ ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുമ്പോൾ 6 എയർ ബാഗ്സ്, 6 എയർ ബാഗ് കാര്യങ്ങൾ വരും. കാര്യങ്ങളെല്ലാം ടു സെറ്റ് ഓപ്ഷൻസ് വരും. വെൽ മെയിൻറ്റൈൻഡ് ഹൈ ക്വാളിറ്റി വെഹിക്കിൾ. വൺ ടച്ച് വിൻഡോ, പവർ വിൻഡോ കാര്യങ്ങൾ, പവർ വിൻഡോ വൺ ടച്ച് ആയിട്ട് വരും. ഓക്കെ. പിന്നെ ഫോർഡ് ഉപയോഗിച്ച ആൾക്കാർ ഈ ഒരു ഫോർഡ് തേടി വരും. ഓക്കെ. അത് മാത്രമല്ല കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. മെയിൻ്റനൻസ് കുറവാണ്. അപ് ടു 1 lakh വരെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഇതിപ്പോൾ തന്നെ ഡ്യുവൽ ടോണിൽ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വണ്ടി തന്നെ കാണാൻ തന്നെ ഒരു സ്റ്റൈലിഷ് ആണ് അല്ലേ? ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്, ഫ്ലെയർ ടൈപ്പ്. മിററിലൊക്കെ വേറൊരു കളർ ചെയ്യുന്നുണ്ട്. റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ ഒരു ഫ്ലെയർ അല്ലേ? സീറ്റ് കവറിലുണ്ട് ഫ്ലെയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പുഷ് ബട്ടൺ, എല്ലാ ഓപ്ഷനും, എല്ലാ ഫീച്ചേഴ്സും വണ്ടി. 2020 56,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ വാറണ്ടി വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ. ഇതിപ്പോൾ എത്രയാണ് ഇവിടെ ചോദിക്കുന്നത്? ഇത് നമ്മൾ 570 ആണ് ആസ്കിങ് വരുന്നത്. 5,70,000 രൂപയ്ക്ക് ഒരു 2020 ഫോർഡ് ഫ്രീ സ്റ്റൈൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 56,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുകയാണ്. ഏറ്റവും ടോപ്പ്. ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന അത്രയും ഡ്രൈവിംഗ് കംഫർട്ടുള്ളൊരു വണ്ടി അല്ലേ? സ്റ്റെബിലിറ്റി. മൈലേജ് നോക്കുകയാണെങ്കിലും ഒരു 13-15 റേഞ്ച്, ലോങ്ങിൽ ഒരു 15 വരെയൊക്കെ മൈലേജ് സുഖമായിട്ട് കിട്ടുന്നൊരു വണ്ടിയാണ് അല്ലേ? ഓക്കെ. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും പറയാനില്ല. ലോൺ എത്ര കിട്ടും ഇനി? ലോൺ ഒരു 80% വരെ ലോൺ ചെയ്യാം. ഓക്കെ. താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിച്ചോളൂ. എന്തായാലും ആഴ്ചക്കൊരു ഇത് പോകുന്നല്ലേ, എന്തായാലും വിളിക്കാതിരിക്കും. പെട്ടെന്ന് ബുക്കിംഗ് ആവും. വന്നിട്ട് ഒരു 2 ദിവസം ആയിട്ടില്ല. ഓക്കെ. വീണ്ടും ഫോർഡ് തന്നെയാണ്. ഫോർഡിൻ്റെ ആസ്പെയർ അല്ലേ? KL 11 രജിസ്ട്രേഷൻ, ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ്. എങ്ങനെയാണ് കാര്യങ്ങളിത്? ഇത് 2015 മോഡൽ വണ്ടി. ഓക്കെ. 2015 മോഡൽ ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു 80,000 കിലോമീറ്റർ മാത്രം ഓട്ടം വരുന്ന വണ്ടി. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഒരു വർഷത്തിന് അപേക്ഷിച്ചിട്ടുള്ള കിലോമീറ്ററിലാണ് പറയുന്നത്. ലോ കിലോമീറ്റർ 80,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഡീസൽ വണ്ടിയാണ്.
അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? മൈലേജ് ഒരു 20 റേഞ്ചൊക്കെ സുഖമായിട്ട് കിട്ടും. സുഖമായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതേപോലെ ടൈറ്റാനിയം പ്ലസ് തന്നെയാണ്. 6 എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓ, അന്ന് തന്നെ ഉണ്ടല്ലേ? അന്ന് തന്നെ ഉണ്ട്. 15-ൽ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഇതാ ഫോർഡ് ആസ്പയർ ഇറക്കിയിട്ടുണ്ട്. മൈലേജ് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടൊന്നും പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ടയർ ഭാഗങ്ങളും ഒരേവറേഡ് ടയേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, ഇതിൻ്റെ ഇപ്പം എങ്ങനെയാണ്? ഇത് നമ്മൾ ആസ്കിങ് വരുന്നത് 4,40,000 4,40,000 രൂപ. ഓക്കെ, 2015 ഡീസൽ 80,000 കിലോമീറ്റർ ഓടിയ ടൈറ്റാനിയം പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡ് ഫോർഡ് ആസ്പയർ 4,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 4 ലക്ഷം വരെ ലോൺ കിട്ടും. അല്ല, ഒരു 80%. ഓക്കെ, മാക്സിമം ലോഡ് സൗകര്യമുണ്ട്. വാറണ്ടി കിട്ടും. ഇനി 15 ആയതുകൊണ്ട് കിട്ടും, ഉണ്ടാവില്ല. 15 ആയതുകൊണ്ട് ആ മോഡലിൽ ഇതുകൊണ്ടാണ്. എന്തായാലും ചെക്ക് ചെയ്തെടുക്കുന്ന വണ്ടിയല്ലോ അല്ലേ? അത് ഉറപ്പിച്ചു. വണ്ടി ഇത് നീറ്റ് വണ്ടിയാണ്. നമ്മളെ ഒരു ഫ്രണ്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഫോക്സ് വാഗൺ പോളോ. നമ്മുടെ സ്വന്തം പോളോ KL 43 മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഡ്യുവൽ ടോൺ ചെയ്തേക്കാണ് അല്ലേ? റെഡ് ബ്ലാക്കിൽ അല്ല, അത് ചെയ്തതാണ് അഡീഷണൽ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇപ്പൊ നമ്മള് 2 അമേരിക്കക്കാരെയാണ് കണ്ട്. അതെ, ഇതിപ്പോ ജർമ്മനാണ്. ജർമ്മൻകാരെ കണ്ടു അല്ലേ? ഓക്കെ, 2016 മോഡലാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പില് ഡീസൽ വണ്ടിയാണ്. ഒരു 98,000 കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട്. ഹൈലൈൻ ആണ് വേരിയന്റ് വരുന്നത്. ഹൈലൈൻ. ഓക്കെ, ഇതിന്റെ മുകളിൽ ടോപ്പ് ഹൈലൈൻ പ്ലസ് ആണ്. ചെറിയ മാറ്റമേ ഉള്ളൂ. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. അലവൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ പോളോയിൽ പുഷ്പട്ടം വന്നിട്ടില്ല ഈ ടൈമിൽ. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആസ്കിംഗ് ആയിട്ട് വരുന്നത് ഒരു 5,60,000 രൂപ. 5,60,000 2016 ഡീസൽ. ഡീസൽ ജർമ്മൻ ഡീസൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൈലേജ് ഉണ്ട്. മൈലേജ് ഒരു 20 റേഞ്ച് എന്തായാലും 18-20 റേഞ്ചൊക്കെ എന്തായാലും മൈലേജ് കണക്കാക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. പിന്നെ കളർ റെഡ് ആണ്. അതിനൊരു അട്രാക്ഷൻ ഉണ്ട് വേറെ. ഈ ഒരു ടെയിൽ ലാമ്പിൽ ഫോഗ് പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു പോളോ ഡീസൽ നോക്കുന്നുണ്ടെങ്കിൽ നല്ല മൈലേജും പെർഫോമൻസും ഉള്ളൊരു കിടിലം വണ്ടി കൊണ്ടുപോകാം അല്ലേ? അത് ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷനാണ്. അലോയ്സും കാര്യം നമുക്ക് വേണ്ട എല്ലാ സാധനവും എല്ലാം ഉണ്ട്. ഓക്കെ, ലോണും ഒരു 80% കിട്ടും. ലോൺ 80% ചെയ്യാം. ഒരു 4,500 രൂപ അതിന് മുകളിലായിട്ട് കിട്ടും. ഓക്കെ, നല്ല ട്രാക്കും കാര്യങ്ങളും ഉള്ള കസ്റ്റമർ ആണെങ്കിൽ. ട്രാക്കും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ 5,60 ആസ്കിംഗ് ആണ്. നമുക്ക് നോക്കിയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, നേരത്തെ നമ്മൾ പോളോ കണ്ടു. ഇനി അതേ കാറ്റഗറിയിൽപ്പെട്ട പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽപ്പെട്ട വാഹനമാണ് ഹ്യുണ്ടായുടെ i20 ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. എങ്ങനെ ശോഭനയുടെ കാര്യങ്ങൾ? ഇത് 2017 മോഡലാണ്. 2017 മോഡല് ഏറ്റവും ടോപ്പ് എൻഡ് ആസ്റ്റ ഓപ്ഷണലാണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ട ഓൾമോസ്റ്റ് വണ്ടികൾ ടോപ്പ് എൻഡ് ആണ്. ഇതിലും 6 എയർ ബാഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. ഒരു 60,000 കിലോമീറ്ററോളം ഓട്ടം വരുന്നുണ്ട്. 16 അല്ലേ പറഞ്ഞത്? 2017 മോഡൽ. 17 മോഡലാണ്. ആസ്റ്റ ഓപ്ഷനിൽ 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, അലോയ്സ്, പുഷ് ബട്ടൺ, 6 എയർ ബാഗ്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന പെട്രോൾ വണ്ടി. അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ടും ഉണ്ടാവും. സ്റ്റെബിലിറ്റി എടുത്തിട്ട് പോകാനല്ലേ ഒക്കെ എല്ലാത്തിനും പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ എന്താ പറയുക, കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ സ്പോർട്ടി ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് വണ്ടി അല്ലേ? ഇതും ബ്ലാക്ക് ചെയ്തതാണ്. ഓക്കെ, ഓണർഷിപ്പ് എത്രയില്ലേ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുകയാണ്. ഓക്കെ, 2017 ആസ്റ്റ ഓപ്ഷണൽ i20. ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 5,70 കൊടുക്കാം. 5,70 ചോദ്യമാണ് അല്ലേ? ഓക്കെ, 5,70 നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 80% ലോണും കിട്ടും. 80% അല്ല, ഇതിനൊക്കെ ഒരു 90% ലോൺ. 90%. ഓക്കെ, 90% വരെ ലോൺ സൗകര്യം ലഭിക്കും. കസ്റ്റമറുടെ ട്രാക്കും കാര്യങ്ങളും നല്ല കസ്റ്റമറാണെന്ന്, ട്രാക്കും കാര്യങ്ങളുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം കിട്ടും. മാക്സിമം. ഓക്കെ, വണ്ടിക്ക് വേറെ വർക്കൊന്നുമില്ലല്ലോ? വേറെ നിലവിലൊരു വർക്കില്ല. 2 ടയർ കാര്യങ്ങൾ പുതിയതാണ്. ഫ്രണ്ടിൽ നല്ല അടിപൊളി ടയേഴ്സാണ്. പുറകിൽ ആവറേജ് ആണ് അല്ലേ? എന്തായാലും ഓക്കെ, എടുക്കുന്ന പാർട്ടിക്കൊന്നും ചെയ്യാനില്ല, എടുത്ത് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ നിരത്തിയ സ്റ്റോക്കിൽ നമ്മൾ ആദ്യം കണ്ണോടിക്കുന്ന ഒരു ഐറ്റാണിത്. സ്വിഫ്റ്റാണ്. KL 65 രജിസ്ട്രേഷൻ. ഇപ്പോഴത്തെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. പക്ഷേ എന്താ പറയുക, ഒരു ബ്ലാക്ക് എഡിഷൻ വണ്ടി അമ്മാരി ലുക്കിൽ നിൽക്കുകയാണ്. ഇതിലേക്ക് വെച്ചിട്ട് ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു കളറാണ് ബ്ലാക്ക്. അതെ, ബ്ലാക്ക് എഡിഷനിലാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് ടോപ്പ് എന്നാന്ന് തോന്നുന്നു. ഇത് 2023 മോഡല് ZXi പ്ലസ് ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡിൽ AMT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്, ഓട്ടോമാറ്റിക് വാഹനം. സ്വിഫ്റ്റിൻ്റെ ഒന്നും മൈലേജ് നമ്മൾ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. AMTയിൽ എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് മാനുവൽ ഡ്രൈവിംഗ് പ്രോപ്പറായിട്ട് അറിയാത്തൊരാൾക്ക് ഏറ്റവും സുഖം AMT ആണ്. കാരണം വെച്ചാൽ വലിയ പ്രശ്നമില്ല. പിന്നെ മൈലേജ് നമ്മൾ ഓടിക്കുന്നതിനേക്കാൾ
മൈലേജ് മര്യാദയ്ക്ക് കിട്ടും അല്ലേ? ആ ഒരു റോബോട്ടിക് കൺട്രോളിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ മൈലേജ് അത്യാവശ്യം കിട്ടും. പിന്നെ ZXi പ്ലസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പനാണ് എല്ലാ ഫീച്ചേഴ്സും അല്ലേ? പുഷ് ബട്ടൺ, 2023 ഒരു 5600 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. അത്രേ ഓടിയുള്ളൂ. അപ്പോൾ പുതിയ കാർ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ? ഒരു ക്ലെയിം ഒന്നും സംഭവിച്ചില്ലല്ലോ. കമ്പനി വാറണ്ടി എത്ര വരെ ഉണ്ടാവും? കമ്പനി വാറണ്ടി നമുക്ക് 3 ഇയർ വരെ. 3 ഇയർ വരെ. അങ്ങനെയാണ് 26 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. 5000 ഓടിയ ടയേഴ്സ്, കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ല, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇതിനെത്ര ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇതിന് നല്ല ട്രാക്കും കാര്യങ്ങളും ഉള്ള കസ്റ്റമറാണ് 95% വരെ. 95% വരെ ലോണും കിട്ടില്ല. ഇത് പിന്നെ ഒരു 40 എബോ സാലറി ഒക്കെ വാങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വണ്ടി ചെയ്യുന്ന അതേ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അതേ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കുറവായിട്ട് ഡിമിനിഷിംഗ് റേറ്റിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിമിനിഷിംഗ് ആവുമ്പോൾ സുഖമാണ്, നമ്മൾ അടക്കുന്നതിനനുസരിച്ചിട്ട് കുറവ് വരും അല്ലേ? ഓക്കെ, അടുത്ത മാരുതിയുടെ വണ്ടി തന്നെ മാരുതി സുസുക്കി ഇഗ്നിസ് ആണ്. KL 14 രജിസ്ട്രേഷൻ ഇഗ്നിസ്. റിറ്റ്സ് നിർത്തിയതിനു ശേഷം അതിനൊരു കടപിടിക്കാൻ പറ്റിയ വണ്ടിയായിട്ട് ഇറക്കിയ ഒരു സാധനമാണ് അല്ലേ ഇഗ്നിസ്? എങ്ങനെയാ കാര്യം? അതേപോലെ ഒരു മാർക്കറ്റ് എന്നും നിലനിർത്തി കൊണ്ടുപോകുന്നത് നെക്സയില് പ്രീമിയം കാറ്റഗറി നെക്സ സീരീസിൽ വരുന്ന വാഹനമാണ്. വണ്ടി കുറച്ച് റെയർ ആണ്, അപ്പം യൂസ്ഡില് കുറവാണ്, വണ്ടി കിട്ടാൻ കുറച്ച് കുറവാണ്. ഓക്കെ, 2022 12-ാം മാസമാണ് ലാസ്റ്റ് ആണല്ലേ? 22. ഓക്കെ, രജിസ്ട്രേഷൻ 22 തന്നെയാണ്. രജിസ്ട്രേഷൻ 22 എല്ലാം 22 ആണല്ലേ? ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? സീറ്റ ഫുൾ ഓപ്ഷന്റെ തൊട്ടതായ സീറ്റ. ആകെ വ്യത്യാസം വരെ എനിക്ക് തോന്നുന്നു പ്രൊജക്ട് ഹെഡ്ലൈറ്റിൽ ഒരു കുറവുണ്ട്. ബാക്കി പുഷ് ബട്ടൺ എല്ലാം വരുന്നില്ല? പുഷ് ബട്ടൺ ഒക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, പുഷ് ബട്ടൺ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ആകെ ഈ ഒരു പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പിൻ്റെ മാറ്റമേ ഉള്ളൂ, ബാക്കി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഓട്ടോ എത്ര പോയി ഇപ്പോൾ? ഓട്ടോ ഒരു 39,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. KL 14 രജിസ്ട്രേഷൻ ആണല്ലേ? ഓക്കെ, എല്ലാം ഉണ്ട്, അലോയ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഈ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ്? ഇതിന് നമ്മൾ ആസ്കിങ് വരുന്നത് ഒരു 6.30. 6,30,000 മാനുവൽ അല്ലേ? മാനുവൽ 2022 സീറ്റ ഇഗ്നിസ് ആണ്. പ്രൈസ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ല? ചെറിയ രീതിയിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് വാറണ്ടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടി. ഓക്കെ, ലോൺ എത്ര കിട്ടും? ലോൺ ഇതൊക്കെ ഒരു 95% ഞാൻ പറഞ്ഞത് നല്ല ട്രാക്കും കാര്യങ്ങളുള്ള കസ്റ്റമറാണ്. ഇഗ്നിസിന് പൊതുവെ എങ്ങനെ മൈലേജ് ഒരു 18 റേഞ്ചൊക്കെ ലോങ് കിട്ടും, സുഖമായിട്ട് കിട്ടും. എന്നാൽ സിറ്റിയിൽ ഒരു 13-15 പിന്നെ നമ്മൾ ഓടിക്കുന്നതിന്. അതെ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാം കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഫോർഡ് കണ്ടു, ഫോക്സ് വാഗൺ കണ്ടു, മാരുതി സുസുക്കി കണ്ടു. ഇനി ടാറ്റയിലേക്ക് വന്നിരിക്കുകയാണ്. ടാറ്റയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നൊരു മോഡലല്ലേ ടിയാഗോ. KL 18 വടകര രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. ഈ ഷേപ്പിലേക്ക് വരുമ്പോൾ 5 സ്റ്റാർ ആയിട്ടുണ്ടല്ലേ വണ്ടി? സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2021 മോഡൽ AMT. ഇതും ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. XZA പ്ലസ്. ഇന്ന് കണ്ട എല്ലാം അല്ലേ? ഒരു 2 വണ്ടിയായിട്ട് ടോപ്പിന് തൊട്ട് താഴെ വരുന്നുള്ളൂ. അത് വലിയ ഓപ്ഷൻ വ്യത്യാസമില്ലാത്ത വണ്ടികളാണ്. ഓക്കെ, ഇതും ഫുൾ ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പിൻ്റെ 21. എത്രയാണ് ഓട്ടം പോയത്? ആകെ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. അത് ശരി, 3 വർഷം കൊണ്ട് വെറും 11,000 കിലോമീറ്റർ. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇന്റീരിയർ ലെതർ കാര്യങ്ങളൊക്കെ, സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു 70% ടയേഴ്സ് ഉണ്ട്, 70-75 ടയേഴ്സ് ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരും. പക്ഷേ ടിയാഗോയിൽ പുഷ് ബട്ടൺ വരുന്നില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം വരുന്നു. ഒരു 14-17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടൂലേ? 16-17 റേഞ്ചൊക്കെ മൈലേജ് നമുക്ക് 14 മുതൽ 17 വരെയൊക്കെ മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇതിപ്പോൾ എത്ര ആസ്കിങ്? ഇത് നമ്മൾ 6,10. 6,10,000 2021 വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6 ലക്ഷം. എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ എത്രയാണ് ചോദിക്കുന്നത്? ആസ്കിങ് നമുക്ക് 6 ലക്ഷം രൂപയാണ് വരുന്നത്. 6 ലക്ഷം നെഗോസിയേഷൻ നടക്കും ചെറിയ രീതിക്ക്. ഓക്കെ, 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഓട്ടോമാറ്റിക് AMT. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാനുവൽ ഓടിക്കാൻ കാര്യമായിട്ട് അറിയാത്തവർ, അല്ലെങ്കിൽ കാലോടിച്ച അലമ്പായിട്ട് ഓടിക്കുന്നവരെക്കാൾ ബെറ്ററാണ് ഈ ഒരു AMT യൂസ് ചെയ്യുന്നത്. മൈലേജ് ഒരു വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പ് എൻഡും ആണ്. XZA പ്ലസ് ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് പോവാണ്. അപ്പോൾ താല്പര്യമുണ്ട് കോൺടാക്ട് ചെയ്യാം. അഡീഷണൽ ആയിട്ട് സീറ്റ് കവറും എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ വണ്ടിയിൽ? ഇന്റീരിയർ ഒക്കെ പക്ക ക്ലീൻ. ഒരു 5-5.5 വരെയൊക്കെ ലോൺ കിട്ടും സുഖമായിട്ട് കയറും. നല്ല ട്രാക്കുള്ള കസ്റ്റമറാണ്. 95% വരെ, ഒരു 5 രൂപ വരെ മാക്സിമം നല്ലൊരു കസ്റ്റമർക്ക് ലോൺ കിട്ടും. ഓക്കെ, നല്ലൊരു കസ്റ്റമർ എന്ന് വെച്ചാൽ സിവിൽ സ്കോറും ട്രാൻസാക്ഷനും ഒക്കെ നോക്കിയിട്ട് പറയുകയാണ്. നമ്മൾ മുന്നേ അടവ് തെറ്റിച്ച ഹിസ്റ്ററി അങ്ങനത്തെ ഒന്നും ഉണ്ടാകാൻ പാടില്ല.
അതാണ് എടുത്ത് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. അടുത്ത വണ്ടിയിൽ അടുത്തതും KL18 വടകര രജിസ്ട്രേഷൻ വണ്ടിയാണ്, കോഴിക്കോട് ജില്ലയാണ് വരുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് വാഗണർ? ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ലോൺ നോക്കി വരുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ഓക്കെ, കാര്യങ്ങൾ എങ്ങനെയാണ്? 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ഒരു 52,000 കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട്. ഏതാ ഓപ്ഷൻ? VXi ആണ്. VXi. ഓക്കെ, 18 മോഡൽ VXi വാഗണർ, അന്നത്തെ ടോപ്പിൻ്റെ വണ്ടി അല്ല. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ക നീറ്റാണ്. വാഗണർ സെലറി തുടങ്ങിയ വണ്ടികളൊക്കെ, സെലറി അല്ല വാഗണർ പെട്രോളിലേ ഇറങ്ങിയിട്ടുള്ളൂ. പലരും ചോദിക്കാറാണ് പെട്രോൾ ഡീസൽ ഒന്ന് എടുത്തു പറയുന്നത് എന്താണ്. അപ്പോൾ പെട്രോളിലെ വാഗണർ ഇറങ്ങിയിട്ടുള്ളത്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ മൈലേജും അത്യാവശ്യം ഉണ്ടാവും, ഒരു 17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ആസ്കിംഗ് ആയിട്ട് വരുന്നത് 4,25,000 രൂപ. മാനുവൽ 4.4 2018 VXi വാഗണർ ഫുൾ ലോണിൽ നിങ്ങൾക്ക് കിട്ടും. ഫുൾ ലോൺ കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം ട്രാക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കിട്ടൂല. സിവിൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല, ഒരു ലോണും കിട്ടൂല. ഫുൾ ലോണുമായിട്ട് ഒരു ലോണും കിട്ടൂല സിവിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതാണ് പ്രശ്നം. അപ്പോൾ അത്യാവശ്യം ട്രാക്ക് കറക്റ്റ് പോയ ഒരാളാണെങ്കിൽ ഫുൾ ലോണിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഗണർ. അത്യാവശ്യം ഹൈറ്റുള്ള ഒരാൾക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ്. അടുത്ത വണ്ടി വീണ്ടും ഒരു ടിയാഗോ വന്നു, കൊയിലാണ്ടി രജിസ്ട്രേഷനാണ്, KL56 കോഴിക്കോട് ജില്ലയാണ്. എങ്ങനെയാണ്? 2020 മോഡൽ. ഓക്കെ, XT വേരിയൻറ്റ്, ഫുള്ളിൻ്റെ താഴേക്ക് XT മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. അലോയ്സ് ഉണ്ടാവില്ല, പുഷ്പട്ടം വരില്ല, അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളുള്ളൂ. പിന്നെ ഡിഫോഗർ ഉണ്ടാവില്ല, ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല അല്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും. ഓക്കെ, ഇത് ആകെ ഒരു 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 20 പറഞ്ഞ 2020 49,000 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ടിയാഗോ XT ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമ്മൾ 4.5 ആസ്കിംഗ്. 4,50,000 രൂപയ്ക്ക് ഒരു XT ടിയാഗോ 2020 മോഡൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 4.5 ലക്ഷത്തിന് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ചെറിയ രീതിയിൽ ഇതും നമുക്ക് മാക്സിമം ലോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ. അതെ, ആ ഒരു വ്യത്യാസം വരുമ്പോൾ മാക്സിമം ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, വേറെ വർക്കൊന്നും ഇല്ലല്ലോ, ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഹോണ്ടയും വന്നു. ഹോണ്ടയുടെ ജാസ് ആണ്, പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറി, KL13 വണ്ടി. എങ്ങനെയാണ് കാര്യങ്ങൾ? 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, ഒരു 41,000 കിലോമീറ്റർ മാത്രം ഓടിയാണ്. ലോ കിലോമീറ്റർ. പെട്രോൾ ഡീസലോ? പെട്രോൾ S ആണ് വേരിയന്റ് വരുന്നത്. S മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. മെയിൻ്റനൻസ് വളരെ കമ്മിയായിരിക്കും. ഒരു 13-16 റേഞ്ചൊക്കെ ഏകദേശം മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും അല്ലേ? എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റ്? ഒരു ക്ലെയിമും ഇല്ല, പക്കാ നീറ്റ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ചെയ്തതാണ്. നീറ്റ് വണ്ടി അല്ലേ? ടയർ ഭാഗം ആണെങ്കിലും ഒരു 75% എബോ ആയിട്ട് ഫ്രണ്ടിൽ അടിപൊളിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇതിന് നമ്മൾ നെറ്റ് ഒരു 4,70,000 വരും. 4,70,000 2016 S ഓപ്ഷൻ ജാസ് പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒരു മെയിൻ്റനൻസ് വരാത്ത കൂളായിട്ട് ചെറിയ മെയിൻ്റനൻസിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ്. അത്രയും ഡ്രൈവിംഗ് കംഫർട്ടബിൾ ഒരു വണ്ടിയാണ് അല്ലേ? ഓക്കെ, അടുത്ത ലോണും മാക്സിമം കയറും? ലോണും ഒരു 90%, 80 to 90%. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ വാഹനം ഹ്യുണ്ടായി Accent ആണ്. KL76 നന്മണ്ട രജിസ്ട്രേഷൻ ആണ് അല്ലേ? ഓക്കെ, കോഴിക്കോട് ജില്ല തന്നെയാണ്. എന്താ പറയുക, i10 ഗ്രാൻഡിൻ്റെ സെഡാൻ കാറ്റഗറി. എങ്ങനെയാണ് കാര്യങ്ങൾ? 2019 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, S ആണ് വേരിയന്റ് വരുന്നത്. S AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, 2 എയർ ബാഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ, ടയർ ഭാഗങ്ങളും അത്യാവശ്യം കുഴപ്പമില്ല, 70% ടയർ ഭാഗങ്ങളുണ്ട്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, നമ്മളെ ആകെ ഇതിന് പ്രൈസ് ചോദിക്കുന്നത് 4,15,000 രൂപ. 4,15,000 2019 S ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് Accent ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കോമ്പാക്ട് സെഡാൻ ഇത്രയും വിലക്ക് അല്ലേ? 4,15,000 കൊണ്ടുപോകാൻ സാധിക്കും. പെട്രോൾ വണ്ടിയാണ്, വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ? ഇതിന് പ്രൈസ് നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതി. ഓക്കെ, ലോണ് ഒരു 3-3.5 കിട്ടുമോ? 3.5 റേഞ്ച് വരെയൊക്കെ എന്തായാലും ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാനും പറ്റും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ച ഇനിയും സ്റ്റോക്ക് ഒരുപാടുണ്ട്. നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള വണ്ടികൾ എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ അല്ലേ? സ്റ്റോക്കിൽ ഒരു 10-12 വണ്ടികൾ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേറെ വണ്ടികളെ പറ്റി, ഈ വണ്ടികളെ പറ്റിയുള്ള കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലി 6 ലക്ഷത്തിലേക്ക് അടുക്കാൻ പോവാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഫാമിലി മെമ്പർ ആവാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ശോഭനെ, താങ്ക് യു, ബൈ.